ഇനി നിർഭാഗ്യവശാൽ ശങ്കരൻ വക്കീലിന്റെ തലവഴിയെ അൻവർ MLA കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് ഒഴിച്ചാൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് PV അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. പ്രസവം കാണിച്ച് ഞാൻ നടത്തിക്കും. ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കും. ഇന്നത്തെ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെയോ പ്രോത്സാഹിപ്പിക്കുന്നതോ അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതോ ആയ ഒരു വീഡിയോ അല്ല. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളുമായി ഞാൻ ഈ വിഷയം പങ്കുവെക്കാമെന്ന് കരുതുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവർ വലിയൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. ചെറിയ ഒരു കാര്യമല്ല അത്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒരു വമ്പൻ പ്രഖ്യാപനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഏതർത്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞതെന്നും അദ്ദേഹം അത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നും നിലവിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി എന്താണെന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്. കുറച്ചു കാലമായി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ ശ്രീ അൻവർ MLA, നിലമ്പൂർ MLA ആയ ശ്രീ PV അൻവർ ഉയർത്തിവിട്ട ഒരു കൊടുങ്കാറ്റ് അത് പല രീതിയിലും പല ആളുകളെയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കടക്കുകയും അതുമായി ബന്ധപ്പെട്ട് ധാരാളം മൊഴിയെടുക്കലും അന്വേഷണങ്ങളുമൊക്കെ നടന്നു വരുന്നുണ്ട്. അൻവർ എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറിട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോടും തൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ആ കൂറും നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്തു വരുന്ന കുറേ കാര്യങ്ങൾ പല രീതിയിലും ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായി തന്നെ പറയട്ടെ, എനിക്ക് ഈ അൻവറിൻ്റെ രാഷ്ട്രീയത്തോട് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രത്തോടും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയോടും ഞാൻ ഒരു തരത്തിലും അനുഭാവിയോ അതിൻ്റെ അനുയായിയോ അല്ല. എന്നാലും അൻവർ തരുന്ന ഒരു സന്ദേശമുണ്ട്. അത് വിശ്വസിക്കുന്ന സ്വന്തം പാർട്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ പ്രസ്ഥാനത്തിലാണെങ്കിലും അത് ആ പാർട്ടിയെയും ആ പ്രസ്ഥാനത്തെയും നശിപ്പിച്ചു കളയുകയും അതിലൂടെ ആ പാർട്ടിക്കുള്ള ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു ഒറ്റയാൾ പോരാട്ടം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്കും ഏത് സംഘടനയിലുള്ളവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. തൻ്റെ പാർട്ടിയെയും ജനങ്ങൾക്കിടയിൽ തൻ്റെ പാർട്ടിക്കുള്ള സ്വാധീനവും നഷ്ടപ്പെട്ടു പോകാമെന്ന വിധത്തിൽ ഒരു സർക്കാരിന് കീഴിൽ അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഇന്ന് പല രീതിയിൽ പല മേഖലയിലേക്കും കടന്ന് വളരെ പലതരത്തിലുള്ള ചർച്ചകളിലേക്കും അന്വേഷണങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ അൻവർ ഉയർത്തിവിട്ട ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ വിവാദങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നാളെ ഞാനോ നിങ്ങളോ പോലീസിൻ്റെ പിടിയിലായാൽ അത് ന്യായമുള്ള കാര്യത്തിലാണെങ്കിലും അന്യായമുള്ള കാര്യത്തിലാണെങ്കിലും പോലീസിൻ്റെ പിടിയിൽ നമ്മൾ അകപ്പെട്ടാൽ നമ്മളുടെ മതം നോക്കിയോ നമ്മളുടെ സാമ്പത്തിക പരിസ്ഥിതി നോക്കിയോ നമ്മുടെ സ്വാധീനം നോക്കിയോ മറ്റേതെങ്കിലും ഘടകങ്ങൾ നോക്കി പോലീസ് നമ്മളോട് പെരുമാറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നീതി നിഷേധിക്കാനും പാടില്ല. ആ രീതിയിൽ പോലീസിൽ ഒരു ശുദ്ധികലശം ഉണ്ടാകുമെങ്കിൽ പോലീസിനുള്ളിലെ വർഗീയ ചിന്തയുള്ളവരെയും വിവേചനത്തോടുകൂടി ജനങ്ങളോട് അല്ലെങ്കിൽ തങ്ങൾക്ക് മുമ്പിൽ വരുന്ന സാധാരണക്കാരോട് വേർതിരിവോടുകൂടി പെരുമാറുകയും ചെയ്യുന്ന ഒരു പ്രവണത പോലീസിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റിയെടുക്കാൻ അൻവറിൻ്റെ പോരാട്ടം സഹായകരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ അൻവറിനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ മതമോ രാഷ്ട്രീയമോ ഒരു തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളോ നോക്കാതെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ കേരള രാഷ്ട്രീയം തന്നെ വളരെ മലീമസമായ ഒരു അവസ്ഥയിലാണുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ഏകദേശം ഒരു 10 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളോ ആ രീതിയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഔദ്യോഗിക പക്ഷത്ത് നിന്ന് വരുന്ന ആളുകളോ ഒക്കെ ചർച്ചകളിൽ ഏർപ്പെടുമ്പോൾ വളരെ സംയമനത്തോടു കൂടിയും
സഹിഷ്ണുതയോടുകൂടിയും മാന്യമായ രീതിയിലൊക്കെയായിരുന്നു അവർക്കിടയിൽ സംവാദങ്ങൾ നിലനിന്നത്. അവർ പരസ്പരം പേരുകൾ വിളിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാനങ്ങളെ മാനിച്ചുകൊണ്ടൊക്കെ വളരെ ആദരവോടുകൂടി സംസാരിക്കുന്ന, പെരുമാറുന്ന, ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു പാരമ്പര്യം ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരമായ ചർച്ചകളിൽ വന്നിരിക്കുന്നവരാണെങ്കിലും ഈ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് സാംസ്കാരിക രംഗത്തു നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിലും പരസ്പരം പോർ വിളിക്കുന്ന രീതിയിലും വാടാ ഞാൻ കാണിച്ചു തരാടാ എന്നൊരു ശൈലിയിലാണ് ഈ സംവാദങ്ങളും അതുപോലെ തന്നെ ഈ ചർച്ചകളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ പോടാ വിളികളും നമുക്ക് മാതൃകയാകേണ്ട, നമ്മളെ സേവിക്കേണ്ട രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ പരസ്പരം പോരെടുക്കുന്നത് ആ രീതിയിലാണ്. മാത്രമല്ല അവരുടെ പദപ്രയോഗങ്ങൾ തന്നെ നമ്മൾ സാധാരണക്കാരായ ആളുകൾ പരസ്പരം വിളിക്കുന്ന പോലത്തെ, അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് ആളുകൾ തമ്മിൽ പെരുമാറുമ്പോൾ വായിൽ വരുന്ന വാക്കുകളൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം വിളിക്കുന്നത്. തെമ്മാടി, നാറി, ചെറ്റ, പരനാറി ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് തന്നെ, നമ്മളെ നയിക്കുന്നവരിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ പരസ്പരം മര്യാദയും പരസ്പരമുള്ള ഒരു ഇവർക്കിടയിൽ ഉള്ള പ്രതിപക്ഷ ബഹുമാനമൊക്കെ നഷ്ടപ്പെട്ടിട്ട് രാഷ്ട്രീയ നേതാക്കൾ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ ജനങ്ങളെ സേവിക്കേണ്ടവർ തന്നെ വളരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ ഇരിക്കുന്ന സ്ഥാനം മറന്നുകൊണ്ടുള്ള, നിലവിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ കേരള രാഷ്ട്രീയം ഏറെക്കുറെ മലീമസമായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം മറ്റൊന്നാണ്. ഈ പരസ്പരമുള്ള പോർവിളികളും പട്ടി തെണ്ടി എന്നുള്ള വിളികളും ഒക്കെ നമുക്ക് ഒരു തരത്തിലും സഹിക്കാമെങ്കിലും അതൊക്കെ കാലക്രമേണ അവരെ ബോധവൽക്കരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങളെ ഓർമ്മപ്പെടുത്തി അത്തരം പ്രയോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അവരെ പിന്തിരിപ്പിക്കാമെങ്കിലും പക്ഷേ ഏറ്റവും അപകടം പിടിച്ചൊരു വസ്തുത ബാക്കിയുണ്ട്. ആ വിഷയത്തിൽ ജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രതികരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ആളുടെ മതം നോക്കി അയാളെ വിലയിരുത്തുകയും അയാളെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അപകടം പിടിച്ച ഒരു പരിപാടിയായി മാറിയിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് നോർമലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതികരിക്കുന്നവൻ്റെ മതം നോക്കി അവനെ ആ രീതിയിൽ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താൽ ഒരു വർഗീയതയുടെ മറവിലൂടെ വളരെ നോർമലായി ആ കാര്യം കൈകാര്യം ചെയ്താൽ സപ്പോർട്ട് കിട്ടുമെന്നും അതിലൂടെ അദ്ദേഹം ഉയർത്തിവിട്ട സാമൂഹിക പ്രശ്നങ്ങളെ ജനശ്രദ്ധയിൽ നിന്നും തിരിച്ചുവിടാൻ കഴിയും എന്നുമാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജയശങ്കരൻ വക്കീൽ ഈ രീതിയിൽ പെരുമാറാനുണ്ടായ ഒരു കാര്യം നമുക്കറിയാം. കുറേ കാലങ്ങളായിട്ട് ജയശങ്കരൻ വക്കീൽ അദ്ദേഹം ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അല്ലെങ്കിൽ ഇടതുപക്ഷം പിടിക്കുന്ന അവരുടെ പ്രത്യയശാസ്ത്രത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷാനുഭാവികൾ അദ്ദേഹത്തെ ഒരു സംഘപരിവാർ അനുകൂലിയായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ വിലയിരുത്താറുള്ളത്. അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ധാരാളം പ്രസ്താവനകളും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അദ്ദേഹം അൻവറിനെ കുറിച്ച് നടത്തിയ ഒരു പ്രഖ്യാപനം, അൻവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നീതി തേടി വരുന്നവന്റെ മതം നോക്കി പോലീസ് സേന പെരുമാറുകയും ചെയ്യുന്ന അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യം ഉടലെടുത്തപ്പോഴാണ് അൻവർ ഇതിനെതിരെ പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത്. അങ്ങനെയുള്ള അൻവറിന്റെ പ്രവർത്തനത്തെ മതം പറഞ്ഞിട്ട് അൻവർ മതവാദിയാണ് അല്ലെങ്കിൽ മതരാഷ്ട്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുള്ള ഏറ്റവും അപകടകരമായ ഒരു പ്രസ്താവനയാണ് ജയശങ്കരൻ വക്കീൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇത് തികച്ചും ഒരു തരത്തിലും നമുക്ക് ആർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിൽ സമൂഹ നന്മ ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു പോരാട്ടത്തിൽ ആ പോരാട്ടവുമായി മുന്നിട്ടിറങ്ങുന്ന ഒരാളുടെ മതം തിരയുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു പരിപാടിയാണ്. ഈ രംഗത്തേക്ക് വന്നത് അൻവർ ആണെങ്കിലും ഇനി നാളെ മറ്റൊരാൾ, അതൊരു ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിലും അയാളുടെ മതം തെരഞ്ഞുപിടിച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ കുറെ തീവ്രവാദികളുടെ അതല്ലെങ്കിൽ ഈ വർഗീയമായിട്ട് ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കിടയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പ്രശ്നത്തിൽ നിന്നും ആരെയൊക്കെയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കരൻ വക്കീൽ പെരുമാറുന്നത് പോലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സമാനമായ പ്രശ്നങ്ങൾ സ്ത്രീകളും നേരിടാറുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ സ്ത്രീകൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ, പ്രത്യേകിച്ച് അവരേതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനെതിരെ ഏതെങ്കിലും സംഘടനകൾക്കെതിരെയൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അവരെ
അവരുടെ ശരീരം വെച്ചിട്ട് അവരെ പരിഹസിക്കുകയും അല്ലെങ്കിൽ അമ്മായി, ആൻറ്റി എന്ന വിളികളൊക്കെ കൊണ്ട് അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ഉയർത്തിവിടുന്ന പ്രശ്നങ്ങൾ, അവർ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അത് ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് കൊള്ളുമ്പോൾ അല്ലെങ്കിൽ അവർ ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ നീതി അർഹിക്കുന്നതാണ്, ജനങ്ങൾ അതിൽ വേണ്ട ഇടപെടലുകൾ നടത്തണം, ഇത് ചർച്ചയാകേണ്ട ഒരു വിഷയമാണെന്ന് മനസ്സിലാകുമ്പോൾ, ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണോ അവർ ചെയ്യുന്നത്, അപ്പോൾ കൊള്ളേണ്ടവർക്ക് കൊള്ളുമ്പോൾ പിന്നെ അവരുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അവർ സ്ത്രീകളാണെങ്കിൽ അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ചിലരൊക്കെ അവരുടെ ഈ തല വെട്ടിമാറ്റിയിട്ട് അശ്ലീല സൈറ്റുകളിൽ അവരുടെ തല പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ സ്ത്രീകളെ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം നമ്മൾ ഉയർത്തിവിടുന്ന പ്രശ്നം അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളതാണ്. ഒരു സമൂഹ നന്മ ഉദ്ദേശിച്ച് നമ്മുടെ സമൂഹത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ജനങ്ങൾക്കുണ്ടാവേണ്ട നന്മയെ കരുതി, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരൊരു വിഷയം അഡ്രസ്സ് ചെയ്യുമ്പോൾ, പ്രശ്നം ഉയർത്തിവിടുമ്പോൾ അവരുടെ മതം നോക്കിയും പ്രതികരിച്ചത് പെണ്ണാണെങ്കിൽ അവളെ മറ്റൊരു രീതിയിൽ കണ്ടുകൊണ്ട് മോശമായി താറടിച്ച് കാണിക്കുന്ന ഒരു സമീപനം കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്നുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമിലാണെങ്കിൽ പുരുഷന്മാരായ ഈ പറയുന്ന നമ്മുടെ അൻവർ MLA അടക്കമുള്ളവരെ രാഷ്ട്രീയക്കാർ തന്നെ അവരുടെ മതം നോക്കി അവരെ ഒറ്റപ്പെടുത്താനുള്ള പരിപാടികൾ പല കാലത്തായി ചെയ്തു വരുന്നുണ്ട്. അതിലേക്ക് ഈ ജയശങ്കരൻ വക്കീലിനെ പോലെയുള്ള കുറെ ആളുകൾ കൂടി കടന്നു വന്ന് ഇത് കുറച്ചുകൂടി നിറം പിടിപ്പിച്ച് നിലവിൽ കേരളത്തിൽ കത്തി നിൽക്കുന്ന പോലീസ് സേനയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ പോലീസിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണോ ഈ നടക്കുന്നതെന്ന് കൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അൻവർ MLA ജയശങ്കരൻ വക്കീലിനെതിരെ നടത്തിയിരിക്കുന്ന വെല്ലുവിളി ഒരു തരത്തിൽ ഞാനതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം നമ്മളെ ഒരാൾ തല്ലിയാൽ നമ്മൾ അതിനെതിരെ പോലീസിൽ കേസിന് പോവുകയോ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വളരെ മോശമായി അപമാനിച്ചാൽ നമ്മളതിൽ പോലീസിൽ കേസ് കൊടുക്കുക, അങ്ങനെ കോടതിയിലൊക്കെ പോയി നമുക്ക് നീതി കിട്ടുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഈ നമ്മളെ മോശപ്പെടുത്തിയ ആൾ മരിച്ചു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാകും. അത്രത്തോളം നമ്മുടെ വ്യവസ്ഥ വളരെ ശോകവും സ്ലോയുമാണ്. അതുകൊണ്ട് തന്നെ ജയശങ്കരൻ വക്കീൽ നമ്മുടെ അൻവർ MLAക്കെതിരെ താങ്കളൊരു തീവ്രവാദിയാണെന്നും അല്ലെങ്കിൽ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളൊക്കെ ആണെന്നുള്ള രീതിയിൽ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം ഉയർത്തിവിട്ടപ്പോൾ ആ രീതിയിൽ മതം പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചതിനെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എനിക്കെതിരെ നടത്തിയ വളരെ മോശമായ ആ പദപ്രയോഗം നിങ്ങൾ പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. അങ്ങനെ പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായി ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരുമെന്നും നിന്റെ തലവഴി അത് ഒഴിക്കുമെന്നുമാണ് അൻവർ പറഞ്ഞിരിക്കുന്ന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ പറഞ്ഞത് അൻവർ ആയതുകൊണ്ടും ഇതുവരെ പറഞ്ഞതെല്ലാം ചെയ്ത് കാണിച്ചിട്ടുള്ള ആളായതുകൊണ്ടും ജയശങ്കരൻ വക്കീലിന് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ അദ്ദേഹം അൻവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഈ പറഞ്ഞ ഏറ്റവും നിന്ദ്യമായ മോശമായ ആ പ്രസ്താവന, ആ അഭിപ്രായം അദ്ദേഹം തിരുത്തി ജനങ്ങളോട് മാപ്പ് പറയുക. അതല്ലെങ്കിൽ ഏത് സമയവും കക്കൂസ് മാലിന്യവുമായി തൻ്റെ ഓഫീസിലേക്ക് വരാൻ അൻവറിനെ പ്രതീക്ഷിച്ച് അവിടെ ക്ലീൻ ചെയ്യാൻ, അത് വൃത്തിയാക്കാൻ ഒരാളെ ഏർപ്പാടാക്കി ജയശങ്കരൻ വക്കീൽ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇനി നിർഭാഗ്യവശാൽ ശങ്കരൻ വക്കീലിൻ്റെ തലവഴിയെ അൻവർ MLA കക്കൂസ് മാലിന്യം കൊണ്ടുവന്നൊഴിച്ചാൽ അത് ഈ നാട്ടിലെ സമൂഹ നന്മയെ കരുതി വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരുടെയൊക്കെ മതം തിരഞ്ഞ് അവരെ ഒറ്റപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എല്ലാം തലവഴിയെ മുഖത്തൂടെ വീഴുന്ന കക്കൂസ് മാലിന്യമായി അത് മാറും.